ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്, അവർ ഏതൊരു തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഇപ്പോൾ നിങ്ങളെ കാണുന്നത് എന്നുള്ളതാണ്. അപ്പം ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു സമയം തന്നെ സ്കിപ്പ് ചെയ്ത് പോവുക. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ ആദ്യമേ തന്നെ ഈ ഒരു പേഴ്സണെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ പ്രായമുള്ള ഒരു പേഴ്സൺ ആയിരിക്കാനാണ് ചാൻസ്. അപ്പോൾ ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യക്തിയുടെ പല മുഖങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടാവാം എന്നുള്ളതാണ്. അതായത് ഇവരുടെ ഏറ്റവും സ്നേഹത്തോടു കൂടിയ ഒരു മുഖം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന അതുപോലെ സ്നേഹിക്കുന്ന ഒരു മുഖം, ആ ഒരു രീതിയിലുള്ള ഒരു മുഖം. അപ്പം ഈ ഒരു പേഴ്സൺ വളരെയധികം നിങ്ങളെ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള രീതിയിൽ നിങ്ങളെ ഫീൽ ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളെ അവോയ്ഡ് ചെയ്ത് കളയാനോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നിരുന്ന ആ ഒരു ഇമ്പോർട്ടൻസ് എന്താണോ അത് ഒറ്റയടിക്ക് ഇല്ലാതെയാക്കി കളയാൻ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാളെ എടുത്തിങ്ങനെ മുകളിൽ വെച്ചിട്ട് അല്ലെങ്കിൽ തലയിൽ വെച്ച് എടുത്തുകൊണ്ട് നടന്നിട്ട് പെട്ടെന്ന് താഴേക്ക് ഇടുമ്പോൾ എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുന്നത്, അതുപോലുള്ള ഒരു സ്വഭാവം നിങ്ങളോട് കാണിക്കാനും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഒട്ടും മടി കാണിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഇവരുടെ പല രീതിയിലുള്ള ക്യാരക്ടർ ഇതിനോടകം തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ സമൂഹത്തിന്റെ മുൻപിൽ, സൊസൈറ്റിയുടെ മുന്നിൽ ഏറ്റവും നന്നായിട്ട് പ്രസന്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കാം ഈ ഒരു വ്യക്തി സമൂഹത്തിൽ അറിയപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു മറ്റുള്ള ആളുകളെ സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ നല്ലത് മാത്രം പറയുന്ന, മറ്റുള്ളവർ നല്ലത് മാത്രം പറയാനായിട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെ അടുത്തും നല്ല രീതിയിൽ പെരുമാറുന്ന, അല്ലാന്നുണ്ടെങ്കിൽ ഇവരെ എപ്പോഴും ഒരു ഹൈ പൊസിഷനിൽ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ്. അല്ലെങ്കിൽ എപ്പോഴും ഒരു ശ്രദ്ധ കിട്ടണം, എനിക്കൊരു ശ്രദ്ധ വേണം എന്നുള്ളൊരു ചിന്താഗതി ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ എപ്പോഴും ഇവര് പുറമേ കാണിക്കുന്നത് ഇവരുടെ ഏറ്റവും നല്ല ക്വാളിറ്റീസ് മാത്രമായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു ബെസ്റ്റ് സൈഡ് ആയിരിക്കും ഇവരെപ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്താണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് അതുപോലെ തന്നെ ഒരു രീതിയിലായിരിക്കാം ഈ ഒരു പേഴ്സൺ അത്രയും ഒരു ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു പേഴ്സൺ ആണ്, അല്ലാന്നുണ്ടെങ്കിൽ വിശ്വസിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പേഴ്സൺ, ഒരുപാട് സ്നേഹം തരുന്ന അല്ലെങ്കിൽ നിങ്ങളെ അത്രയും കെയർ ചെയ്യുന്ന ഒരു പേഴ്സൺ എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾക്ക് തോന്നിയിട്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോലും ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ പൊതുവെ ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആ ഒരു തരത്തിലാണ്. ഏറ്റവും മികച്ചതായിട്ട് നിൽക്കാൻ അല്ലെങ്കിൽ മികച്ചതായിട്ട് കാണിക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ഇവരുടെ കരിയർ നോക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇവര് മികച്ചു തന്നെ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അത് മാത്രമല്ല ഒരിക്കലും പിറകിൽ പോകാനായിട്ട് ഇഷ്ടമില്ലാത്തൊരു പേഴ്സൺ ആണ്. എപ്പോഴും മുൻപന്തിയിൽ വരാനായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ തന്നെ മികച്ചു നിൽക്കണം, ഒന്നാമതായിട്ട് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ്. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു വ്യക്തിക്ക് തോറ്റു തരാൻ കുറച്ച് മടിയായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ താന്നു തരാൻ അവര് വളരെ സപ്പോർട്ട് ചെയ്തായിരിക്കും കൂടുതലായിട്ടും സംസാരിക്കുക. അപ്പൊ ആ ഒരു തരത്തിലുള്ള ഒരു എനർജിയാണ്, കുറച്ചൊരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു പേഴ്സണും കൂടിയാണ്. പക്ഷെ ഇവര് എക്സ്പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ ഭയങ്കരമായിട്ട് ലവബിൾ ആണെന്നൊക്കെ കാണിക്കുന്നുണ്ടാകാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ മനസ്സിനകത്ത് ഇത്ര സ്നേഹമുണ്ടോ ആ ഒരു അതിന്റെ ഒരു ഡബിൾ ആയിരിക്കാം അവര് പുറത്ത് ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ അതുപോലെയുള്ള ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം ഒന്നല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ രണ്ട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടാവും, അല്ലെങ്കിൽ രണ്ട് സിറ്റുവേഷൻ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ആ ഒരു ഡബിൾ സൈഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവരുടെ ഒരു ക്യാരക്ടർ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവരുടെ ഒരു ബിഹേവിയർ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പൊ അതുപോലെയുള്ള ഒരു സിറ്റുവേഷൻ വരികയാണ്. ഇപ്പൊ നമ്മൾ ഒരേ സമയം രണ്ട് കാര്യങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ അതിനകത്തും ഒരു കാര്യമേ നമുക്ക് ശരിക്കും ചൂസ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. മറ്റൊരു കാര്യം വിട്ടുകളയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ആയിരിക്കും വിട്ടുകളയുക. അപ്പൊ
അതുപോലെയുള്ള ഒരു സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇതിനകത്ത് ഒരെണ്ണം റിയലും ഒരെണ്ണം ഒരു ഷാഡോ സൈഡും ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ആ ഒരു ഷാഡോ സൈഡാണ് ശരിക്കും ചൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ആ ഒരു പ്രലോഭനത്തിന്റെ പുറകിൽ പെട്ടുപോയ ഒരു പേഴ്സൺ ആണ്, അല്ലെങ്കിൽ ഒരു പ്രലോഭനത്തിൽ വീണുപോയ ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ആ ഒരു സമയത്ത് അവര് നിങ്ങളോട് എത്രയൊക്കെ സ്നേഹം കാണിച്ചിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ നിങ്ങളെ ശരിക്കും തലയിൽ കയറ്റി വെച്ച് നടന്നിരുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് വിട്ടുകളയാനായിട്ട് നിമിഷം കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഒത്തിരി സമയമൊന്നും അവരെടുത്തില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ആ ഒരു ടെംപ്റ്റേഷന്റെ പുറകെ പോയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ആ ഒരു രീതിയിലാണ് നിങ്ങളിൽ നിന്ന് ഈ ഒരു വ്യക്തി മാറി നിന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നോ കോണ്ടാക്റ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രവണതയാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പച്ചപ്പ് നോക്കി പോയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു എനർജിയാണ് ഇപ്പോൾ പറയാൻ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം വലിയ വർത്തമാനമൊക്കെ പറയാം, അല്ലെങ്കിൽ വലിയ സ്നേഹവും താല്പര്യവും ഒക്കെ നിങ്ങളോട് കാണിക്കും. പക്ഷെ ഒരു ആക്ഷൻ എടുക്കേണ്ട ഒരു സമയം വരുമ്പോൾ ശരിക്കും കാലുവാരി പോകുന്ന ഒരു പ്രവണത. ചിലപ്പോൾ ഇത് നിങ്ങളുടെ ലൈഫിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ആദ്യമായിട്ട് സംഭവിച്ചൊരു കാര്യമായിരിക്കില്ല. ഇതിനു മുൻപും ഇതുപോലെയുള്ള ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. എന്തെങ്കിലുമൊക്കെ ഈ ഒരു പേഴ്സണ് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോവുക, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിയാതിരിക്കുക. അപ്പൊ ആ ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ മറന്നു പോയതായിട്ട് കാണിച്ചെന്ന് വരാം. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സാഹചര്യം കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളൊരു രീതിയിലേക്ക് ആക്കി തീർക്കുന്നുമുണ്ടാവാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവര് കൂടുതലും അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു പേഴ്സൺ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ അവരെയാണ് ആ ഒരു പേഴ്സൺ എപ്പോഴും ന്യായീകരിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് എത്ര ഇഷ്ടമാണ് സ്നേഹമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ വശത്ത് നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ആംഗിളിൽ നിന്ന് ഈ ഒരു പേഴ്സൺ നോക്കി കാണുക എന്ന് പറയുന്നത് വളരെ കുറച്ചായിട്ടുള്ള ഒരു കാര്യമാണ്. അവർ കൂടുതലും അവരെ തന്നെയാണ് സ്നേഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് അവർ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെയുള്ള ഒരു ഇൻസിഡന്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇതിനു മുൻപ് സംഭവിച്ചിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി പറയുന്നത് ഒന്നല്ലെങ്കിൽ അവർ പറയുന്നത് ആ വേറൊരു രീതിയിലും പ്രവർത്തിക്കുന്നത് മറ്റൊരു രീതിയിലും ആകാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ സാധിച്ചിട്ടുണ്ടാകാം. അപ്പോൾ ഇതുപോലെ ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിങ്ങളെ അവർ ഹോൾഡ് ചെയ്ത് ചേർത്ത് വെക്കുന്നില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതൊരു ഗൗരവമായിട്ട് തന്നെ കാണേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് യാതൊരു ആക്ഷനും എടുക്കാതെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. ഇപ്പോൾ നിങ്ങളുടെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ആ ഒരു ഫസ്റ്റ് കാർഡുകളിലൊക്കെ ഇങ്ങ് കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ നമുക്കൊരു ഓവറോൾ എനർജി കാര്യമാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അത്രയും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ നല്ല ട്രസ്റ്റ് ഉണ്ട് ഇതിനകത്ത്. എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു പേഴ്സന്റെ ഒരു ക്യാരക്ടർ എത്രത്തോളം നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് മുന്നിൽ കാണിച്ചു തന്നു കഴിഞ്ഞാലും നിങ്ങൾ ഈ ഒരു പേഴ്സണെ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ വളരെയധികം ഒറ്റപ്പെടൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് മൂലം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഈ ഒരു വ്യക്തി ഇങ്ങനെ മാറിപ്പോകുന്ന ഒരു അവസരത്തിലായിരിക്കാം നിങ്ങൾ വളരെയധികം ഒറ്റപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ചേർത്ത് പിടിക്കേണ്ടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അത്തരത്തിൽ നിൽക്കാത്തത് കൊണ്ടായിരിക്കാം. അപ്പൊ ആ ഒരു ഫീലിങ്സിലേക്ക് പോകുന്നത്, അപ്പോൾ ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സെപ്പറേഷൻ അതിപ്പോൾ ഒരു ഓൺ ആൻഡ് ഓഫ് ആയാലും നോ കോണ്ടാക്ട് ആയാലും ഒരു ലെസ് കോണ്ടാക്ട് ആയാലും എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരുപാട് ഇതിൽ വേദനിക്കുന്നുണ്ട്. ആ ഒരു പാസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കിടക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഞാണിന്മേൽ കളിയാണ് എന്നുള്ളത്. നിങ്ങൾക്ക് തന്നെ അറിയുന്ന ഒരു കാര്യമാണത്. പക്ഷെ നിങ്ങൾ അത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സത് അംഗീകരിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, പക്ഷെ എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വേണം എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിന് എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, എനിക്ക് ഈ ഒരു വ്യക്തിയായിട്ടുള്ള റിലേഷൻഷിപ്പ് ഹോൾഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു എനർജി ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജി നിങ്ങൾക്ക് ചിലപ്പോൾ വരാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വ്യക്തി അത്രയും നിങ്ങളെ ഒരു ഹൈ പ്ലേസിൽ കൊണ്ടു നടന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഒരു ഇമ്പോർട്ടൻസ് അവരുടെ ലൈഫിൽ അവർ ഒരു സമയത്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാക്കുകൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ
ആ ഒരു തരത്തിൽ നല്ല രീതിയിൽ നിങ്ങളെ ഈ ഒരു പേഴ്സൺ പാമ്പർ ചെയ്ത് കൊണ്ട് നടന്നുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് എന്തൊക്കെയോ ഇതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ പല ക്യാരക്ടേഴ്സും നിങ്ങളുടെ മുന്നിൽ കാണാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ പോലും ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പോലും നിങ്ങൾക്കിത് താഴെ വെക്കാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഒരു ഞാണിന്മേൽ കളിയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇതൊരു കൈവിട്ട കളിയാണെങ്കിൽ പോലും ഈ ഒരു സെയിം എനർജിയിൽ മുന്നോട്ട് നിങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത് പോലെ തന്നെ ഈ ഒരു ബന്ധം ഉപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് 1000 കാര്യങ്ങളുണ്ട്. പക്ഷെ ചേർത്ത് പിടിക്കാനായിട്ട് ഒരൊറ്റ റീസണേ ഉള്ളൂ. ഈ പറഞ്ഞതുപോലെ ഒരവസ്ഥയാണ് ഇപ്പൊ നിങ്ങളുടെ എനർജി നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നിങ്ങൾക്ക് ഇവരെ വിട്ട് കളയാനായിട്ട് പറ്റുന്നില്ല. നിങ്ങൾക്ക് ഇവരെ വളരെയധികം നിങ്ങൾ സ്നേഹിക്കുന്നു എന്ന ഒറ്റ റീസൺ മാത്രമേ ഇതിനുള്ളൂ. അപ്പൊ ഇത് എത്ര പേർക്ക് റെസിനേറ്റ് ആകും എന്ന് അറിയില്ല. അപ്പോൾ റിലേഷൻഷിപ്പിനകത്ത് എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഒരു പേഴ്സന്റെ ക്യാരക്ടർ എത്തരത്തിലായാലും, ആ ഒരു വ്യക്തിയെ ഒരിക്കലും മറക്കാനോ വെറുക്കാനോ ഒന്നും കഴിയാത്ത ആളുകളുടെ എനർജിയാണ് ഇവിടെ നിങ്ങളുടേതായിട്ട് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്യുന്നതാണെങ്കിൽ കമന്റ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കഴിഞ്ഞ വർഷത്തിന് മുകളിൽ, ഒരു വർഷത്തിന് മുകളിലായിട്ട്, ചിലപ്പോൾ 2 വർഷത്തിന് മുകളിലായിട്ടൊക്കെ ഒരു നോ കോണ്ടാക്റ്റിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ റീസെന്റ് ഒരു വർഷത്തിൽ താഴെ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ നോ കോണ്ടാക്ട്, സെപ്പറേഷൻ, അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, പക്ഷെ അത് കൂടുതലായിട്ടും വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു പ്രോബ്ലം എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാൻ സാധിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആണോ? അപ്പോൾ ചിലവരുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അവർ കംപ്ലീറ്റ്ലി അത് എൻഡപ്പായി ആയി, അതായത് നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ അത് ഒഴിവാക്കി കഴിഞ്ഞ് അത് തീർത്തും അവരുടെ ഒരു ഡെത്ത് പീരിയഡിന് ശേഷം മാത്രം വീണ്ടും അത് റിന്യൂ ചെയ്ത് വരുന്ന റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പൊ ചിലവരുടെ റിലേഷൻഷിപ്പ് ഈ പറഞ്ഞതുപോലെ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നിട്ടുള്ള വ്യക്തികളുമുണ്ട്. അപ്പൊ അതൊന്നും നടക്കില്ല നമുക്ക് പറയാനും പറ്റില്ല. അപ്പോൾ അതിന്റെ ഒരു കാര്യം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താണ്, നിങ്ങൾ ഈ ഹോൾഡ് ചെയ്ത് നിർത്തേണ്ടതാണോ, റിലീസ് ചെയ്ത് കളയേണ്ടതാണോ, അതൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് അറിയണം. എങ്കിലാണ് തീർച്ചയായിട്ടും ഈ ഒരു റീഡിങ് തന്നെ നോക്കുക. 2 വർഷമായിട്ട് അല്ലെങ്കിൽ 3 വർഷമായിട്ടൊക്കെ പേഴ്സണെ കാത്തിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്കൊന്നും ഒരു റിസൾട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്താണ് ഇതിനകത്ത് സംഭവിച്ചതെന്ന് അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആളുകൾ കമന്റ് ഇടുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടേതായിട്ടുള്ള റീഡിങ് എടുത്ത് നോക്കുമ്പോഴേ എന്താണ് നിങ്ങളുടെ ഒരു പ്രശ്നമെന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കി പറയാനായിട്ട് കഴിയുള്ളൂ. അപ്പം ഇവിടെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ഈ ഒരു വ്യക്തി നിങ്ങളെ വീക്ഷിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ ശ്രദ്ധിക്കുന്ന, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നിങ്ങളെ വീക്ഷിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് അവരിപ്പോ 2 റിലേഷൻഷിപ്പിൽ പോവുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സിറ്റുവേഷനിൽ വരുന്ന ഒരു സമയത്ത് നിങ്ങളെ ഒന്ന് താഴെ ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരിക്കലും മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാനോ അല്ലെങ്കിൽ മറ്റൊരു ബന്ധത്തിലേക്ക് നിങ്ങൾ പോകുന്നതോ ഒട്ടും താല്പര്യമില്ലാത്ത ഒരു പേഴ്സൺ ആണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ വ്യക്തിയുടെ ഒരു കറണ്ട് എനർജി പോലും നിങ്ങളെ ഈ ഒരു പേഴ്സൺ സ്പൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, എന്താണ് ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്നൊക്കെ അറിയാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരിക്കലും ഈ ഒരു വ്യക്തി നിങ്ങളോട് മിണ്ടാതിരിക്കുന്നു, അല്ലെങ്കിൽ സൈലന്റ് ആയിട്ട് പോകുന്നു, നോ കോണ്ടാക്റ്റിൽ പോകുന്നു. ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു അവസരത്തിൽ ഇവരൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടാവാം. ചിലവരാണെങ്കിൽ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവാം. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഏതെങ്കിലുമൊക്കെ വഴിയിലൂടെ നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ഈ വ്യക്തി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അവരൊരിക്കലും നിങ്ങളെ ഫ്രീ ആയിട്ട് കംപ്ലീറ്റ്ലി വിട്ടുകളയില്ല എന്നുള്ളതാണ്. ഒരിക്കലും ഈ ഒരു പേഴ്സൺ എനിക്ക് നിന്നെ വേണ്ട എന്ന് തീർത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവരുടെ ഒരു എനർജി പ്രകാരം എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വേണം, അല്ലെങ്കിൽ ഞാനത് കട്ട് ഓഫ് ചെയ്യുന്നു എന്നൊരു ഒരിക്കലും മുഖത്ത് നോക്കി പറയാത്തൊരു പേഴ്സൺ ആണ്. എന്ത് പ്രശ്നത്തിന്റെ പേരിൽ അകന്നു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിന്റെ ഒരു വിഷമം, കുറ്റബോധം ഈ ഒരു പേഴ്സൺ, അല്ലെങ്കിൽ ഈ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത ഒരു വ്യക്തിയായിരിക്കും. അതായത് ഈ റിലേഷൻഷിപ്പിന്റെ ഈ ഒരു ബ്രേക്കപ്പിനും ഇതിനെ ഈ ഒരു പ്രശ്നങ്ങൾക്ക്, ഇഷ്യൂസിനെല്ലാം കാരണം നിങ്ങളാണ് എന്ന രീതിയിൽ, ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് നിങ്ങളാണെന്ന രീതിയിൽ, പ്രശ്നങ്ങളുടെ എല്ലാം കാരണം നിങ്ങളാണെന്ന രീതിയിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ തലയിൽ കൊണ്ടുവയ്ക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. കാരണം ഒരിക്കലും നിങ്ങളെ ഫ്രീ ആയിട്ട് വിടാനായിട്ട് ഈ ഒരു പേഴ്സൺ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു,
2 സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിനകത്തുള്ള ആ ഒരു ഒറിജിനൽ അല്ലാത്ത ആ ഒരു കാര്യത്തെയാണ്, ഈ ഒരു എനർജിയാണ് ഈ വ്യക്തി ചൂസ് ചെയ്ത് ഇവരോടൊപ്പം നിർത്തിയിരിക്കുന്നത്. അത് ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് ഇവര് കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു ഫാമിലിയോ ആര് വേണമെങ്കിലും ആകാം. പക്ഷെ അവിടെ ആ ഒരു ഷാഡോ സൈഡ് എന്ന് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന സ്നേഹം ശരിക്കും ജെനുവിൻ ആണ്. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഇത്രയും ഒരു ഇഷ്യൂസ് ഉണ്ടായിട്ടും, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരു അവസരം വരുമ്പോൾ നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കാത്ത ഒരു പേഴ്സൺ ആയിട്ട് പോലും നിങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു റിസ്ക് ആണ്. നിങ്ങൾക്ക് തന്നെ നമുക്ക് തന്നെ ഒരു ഫ്യൂച്ചറിൽ അറിയാൻ പാടില്ല ഇത് ഓക്കെ ആകുമോ എന്നുള്ള ഒരു കാര്യമൊന്നും നമുക്കറിയത്തില്ല. റിസ്ക് ഫാക്ടർ വളരെ കൂടുതലാണ്. അപ്പം അത് നല്ല രീതിയിൽ പോകുമോ എന്നൊക്കെയുള്ള ഒരു രീതിയായിട്ട് പോലും നിങ്ങൾ അതിപ്പോഴും ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളെ തഴഞ്ഞിട്ടാണ് ഈ ഒരു പേഴ്സൺ മറ്റൊരു സിറ്റുവേഷനിൽ ഒരു വ്യക്തിയിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ഡെഡിക്കേഷൻ ആയിക്കോട്ടെ, സ്നേഹമായിക്കോട്ടെ, അതിൻ്റെ ഒരു ആഴം ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ സ്പ്രെഡിനകത്താണെങ്കിലും കാണാം ആ ഒരു ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജിയും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇവർക്ക് തന്നെ അറിയാം നിങ്ങൾക്ക് അവരോടുള്ളത് ഒരു അൺകണ്ടീഷണൽ ലവ് ആണ് എന്നുള്ളത്. അപ്പോൾ കറന്റ്ലി ഈ ഒരു വ്യക്തി ഇപ്പോൾ ഏത് സിറ്റുവേഷനിലാണ് ഉള്ളത്, അവിടെ അവർക്ക് ശരിക്കും മടുത്തു തുടങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ആ ഒരു ബോർഡം അവർക്ക് ഫീൽ ചെയ്യുന്നു, ബോർ ഫീൽ ചെയ്യുന്നു. അവിടെ അവർ വളരെയധികം വർക്കൊക്കെ ചെയ്തു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതായത് അവർക്കൊരു താല്പര്യവും ഇല്ല എങ്കിലും അവർക്കൂടെ നിൽക്കേണ്ടുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. ഈ ഒരു പേഴ്സൺ സ്വന്തം കാര്യം നോക്കുന്ന ഒരു പേഴ്സൺ ആണ്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തോന്നും അതാണ് ബെറ്റർ എന്ന്, അല്ലെങ്കിൽ ഒരു പച്ചപ്പ് കണ്ടൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണ് എന്ന് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു. അപ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അവർക്ക് തോന്നും അപ്പർ സൈഡിലുള്ളതാണ് ബെറ്റർ എന്ന് തോന്നും. എന്നിട്ട് അപ്പർ സൈഡിൽ പോയി നിൽക്കുമ്പോൾ ഈ ഒരു സൈഡാണ് ബെറ്റർ എന്ന് തോന്നും. അങ്ങനെ ഒരു ചാഞ്ചാട്ടമുള്ള ഒരു പേഴ്സണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പോഴും അവർ പോകുന്ന ആ ഒരു സിറ്റുവേഷൻ എന്തായാലും അത് നിങ്ങളുമായിട്ടുള്ള സിറ്റുവേഷൻ അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. നിങ്ങൾ ഓൾറെഡി ഒരു നോ കോണ്ടാക്ട് ലെസ് കോണ്ടാക്റ്റിലായിരിക്കാം, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അവർക്ക് നിലവിലുള്ള ആ ഒരു സാഹചര്യത്തിന് പുറത്തേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വീണ്ടും നിങ്ങളിലേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ടെംപ്റ്റേഷന്റെ പുറത്തോ, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ബ്ലാക്ക് മെയിലിങ്ങിന്റെ പുറത്തോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പച്ചപ്പ് കണ്ടിട്ടോ, എന്തെങ്കിലും ഒരു മെച്ചം കണ്ടിട്ട് ആ ഒരു പേഴ്സൺ പോയിട്ടുള്ളതാണെങ്കിൽ ഇപ്പോൾ അവരുടെ ആ ഒരു ടെംപ്റ്റേഷനും കാര്യങ്ങളും ഒക്കെ അവസാനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ മടുത്തു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവരുടെ ഒരു ഓവറോൾ എനർജി ആയിട്ട് പറയുവാണെങ്കിൽ, മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കാര്യത്തിൽ ഈ ഒരു പേഴ്സൺ വളരെയധികം ഒരു കോൺഫിഡൻ്റ് ആണ്. എന്തൊക്കെ ഇഷ്യൂസ് ഇതിനകത്ത് ഉണ്ടായി എന്ന് പറഞ്ഞാലും നിങ്ങൾ അവരെ ഉപേക്ഷിച്ച് പോകില്ല, അല്ലെങ്കിൽ അവർക്ക് അത്രത്തോളം ഒരു സ്ഥാനം നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ വന്നൊന്ന് കരഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വീഴും എന്ന് അവർക്ക് നല്ലതുപോലെ അറിയുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ നിങ്ങൾ തന്നെ ചിലപ്പോൾ അവരോടത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഇതിനു മുൻപ് ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് മാപ്പ് കൊടുത്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വീണ്ടും പൂർവാധികം ശക്തമായിട്ട് അവരെ സ്നേഹിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഒരു പ്രവണത ഓൾമോസ്റ്റ് ഈ ഒരു പേഴ്സൺ അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു തുറന്നു പറച്ചിൽ എന്നുള്ള ഒരു രീതിയിൽ വരാനായിട്ട് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ആ ഒരു ഡബിൾ മൈൻഡ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനുള്ള ഒരു സമയമായോ ഇല്ലയോ എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളിലേക്ക് വരണം, അല്ലെങ്കിൽ ഇവിടെ ഒരു കപ്സിന്റെ എനർജി, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കപ്പ് ഓഫ് ലവ് നിങ്ങൾക്ക് തരണം എന്ന് അവര് വളരെയധികം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും, അല്ലെങ്കിൽ എന്ത് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് മാപ്പ് തരുന്ന ഒരു പേഴ്സൺ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആകുമ്പോഴത്തേക്കും, അങ്ങനെയുള്ള ഒരു പേഴ്സൺ ഒരിക്കലും നമ്മളിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട്, അല്ലെങ്കിൽ മറ്റാരിലേക്കെങ്കിലും പോകാനായിട്ട് ആരും താല്പര്യപ്പെടില്ല. അതുകൊണ്ടാണ് ഇവർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പൊസസീവ് എനർജിയും, എപ്പോഴും നിങ്ങളെ സ്പൈ ചെയ്യുന്ന ഒരു എനർജിയും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്, സ്നേഹം കാണിക്കാനായിട്ട്, സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അവർ ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷൻ ശരിക്കും അടുത്ത് നിൽക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. പക്ഷേ ഇവരുടെ ഒരു നേച്ചർ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഒരു ക്യാരക്ടർ
ഓവറോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ അതൊരു 100% ആയിട്ട് ഈ ഒരു പേഴ്സൺ പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് വരികയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പറയാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ അവരുടെ ഒരു കർമ്മ ഫേസ് ചെയ്തിട്ട് വരുന്നതോ അല്ലെങ്കിൽ ഒരു ലെസൺ പഠിച്ച് ഒരു പണി കിട്ടി വരുന്ന ഒരു പേഴ്സണോ ഒന്നുമല്ല. ഇവരുടെ മനസ്സിനകത്ത് നിങ്ങളോടൊരു സ്നേഹവും താല്പര്യവും ഒക്കെ ഉണ്ട്. പക്ഷെ ഈ ഒരു ഇഷ്ടത്തിനകത്തും ഒരു ചോയ്സ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് കാണുന്നത്. മാത്രമല്ല ഇവരുടെ ഒരു ഓവറോൾ എനർജി നമുക്ക് ആദ്യമേ പറഞ്ഞതുപോലെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ അവര് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വീണ്ടും ആ ഒരു സ്നേഹം ഇഷ്ടമൊക്കെ അവർക്ക് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാൻ വീണ്ടും ഇടപഴകാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത്, അപ്പോൾ തീർച്ചയായിട്ടും ഒരു നോ കോണ്ടാക്ട് നിൽക്കുന്നവർക്ക് ഈ ഒരു പേഴ്സണോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോണ്ടാക്ട് എങ്കിലും വീണ്ടും വന്നാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. പക്ഷെ ഒരു ഭയങ്കരമായിട്ടൊരു സ്റ്റേബിൾ ആയിട്ട് വരുന്നു അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് ക്ലാരിറ്റി തന്നുകൊണ്ട് വരുന്നു എന്നൊന്നും പറയാനായിട്ട് നമുക്ക് കഴിയില്ല എന്നുള്ളതാണ്. അപ്പം ജെന്യൂൻ ആണ് എന്നും പറയാനും നമുക്ക് കഴിയത്തില്ല. അപ്പം വീണ്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ഈ ഒരു പേഴ്സന്റെ ഭാഗത്ത് നിന്ന് വരാം. ചിലപ്പോൾ വളരെ സ്നേഹത്തോടുകൂടി എക്സ്പ്രസ് ചെയ്തു എന്ന് വരാം. അപ്പോൾ ചിലവർക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ളൊരു കോണ്ടാക്ട് റീസെന്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടാകാം. പക്ഷെ പിന്നെയും ആ ഒരു ആവേശം ഈ ഒരു പേഴ്സൺ ഇല്ലാത്തതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. ആ ഒരു പേഴ്സൺ വന്നു, പക്ഷെ വന്നതുപോലെ തന്നെ പോയി, അല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുന്ന ഒരു അവസ്ഥയൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഓൾറെഡി ചിലവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവാം. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ എന്നിട്ട് പേഴ്സൺ ചിലപ്പോൾ തിരിച്ചു പോയിട്ടുണ്ടാകും, പക്ഷെ വീണ്ടും സാറ്റിസ്ഫൈഡ് ആയ രീതിയിൽ റിലേഷൻഷിപ്പ് വീണ്ടും മാറിപ്പോകുന്ന ഒരു അവസ്ഥ. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലാണ് നമുക്കിവിടെ ഈ ഒരു റീഡിങ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻസ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് ഒരു റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടവർ ക്ലെയിം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്ക് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് ലൈഫ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നു എന്നുള്ളൊരു ക്ലൂ ആണ്. ലോങ് ഹെയർ, നീളമുള്ള മുടിയുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്, നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൊക്കെ. നമ്പർ 22 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഗോൾഡൻ കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കും. 48 hours എന്ന് പറയുന്നൊരു പോസിബിലിറ്റിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. വിത്തിൻ 72 hours, ഓക്കെ, 72 മണിക്കൂറിനുള്ളിൽ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ വരുന്നുണ്ട്. അതുപോലെ ടുഡേ എന്ന് പറയുന്നൊരു പോസിബിലിറ്റിയും നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, മോൾ ഓൺ റൈറ്റ് ഹാൻഡിൽ മറുകളുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ബേക്കർ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ ടുമോറോ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ വരുന്നുണ്ട്. നമ്പർ 24 കിട്ടുന്നുണ്ട്. ഹിയറിംഗ് ഇഷ്യൂസ്, ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഹിയറിംഗ് ഇഷ്യൂസ് ഉള്ള ഒരു സമയമായിരിക്കാം. ലോങ് ഡിസ്റ്റൻസിലുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. നമ്പർ 10 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ചാരിറ്റി ഒക്കെ ചെയ്യാനായിട്ട് ഒത്തിരി താല്പര്യമുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ദിസ് മന്ത് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. 1988 എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ചൈൽഡിഷ്, നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഒക്കെ ക്യാരക്ടർ ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു വ്യക്തിയാകാൻ ചാൻസ് ഉണ്ട്. ബ്രൗൺ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടമുള്ള കളർ. അതുപോലെ ബ്ലാക്ക് കളറും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ ലവബിൾ എന്ന് പറയുന്നൊരു ക്ലൂ ആണ് നമുക്കിവിടെ ലാസ്റ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്.